പവിഴമല്ലി, പാരിജാതം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന പവിഴമുല്ല ഒരു ഉദ്യാന സസ്യം എന്ന പോലെ തന്നെ ഒരു ഔഷധ സസ്യം കൂടിയാണ്. അതിന്റെ ഇല, വേര്, തൊലി എന്നിവ നമ്മൾ ഔഷധപ്രധാനമായി ഉപയോഗിക്കുന്നു. ഉദരസംബന്ധമായ രോഗങ്ങൾ, ലിവറിന്റെ ആരോഗ്യം, അതുപോലെ സ്ത്രീ രോഗങ്ങൾ, ആർത്രൈറ്റിസ്, പലതരം പനികൾ, നീർക്കെട്ട് എന്നീ രോഗങ്ങളിലെല്ലാം ഇത് ഫലപ്രദമായ ഒരു ഔഷധമാണ്. നമസ്കാരം, ഞാൻ ഡോക്ടർ കൃഷ്ണകൃപ. ഇന്ന് ഞാൻ പറയുന്നത് നന്ദ്യാർവട്ടം എന്ന ഔഷധ സസ്യത്തെ പറ്റിയാണ്. എപ്പോസയാനേസിയ എന്ന ഫാമിലിയിലാണ് ഈ സസ്യം ഉൾപ്പെട്ടിട്ടുള്ളത്. ടാബർമൊണ്ടേന ഡൈവർട്ടിക്ക എന്നതാണ് ഇതിൻ്റെ ശാസ്ത്രീയ നാമം. സാധാരണയായി വർഷം തോറും പുഷ്പിക്കുന്ന ഒരു ചെടിയാണിത്. ഇതിൻ്റെ വേര്, കറ, പുഷ്പം, ഫലം എന്നിവയാണ് ഇതിൻ്റെ ഔഷധയോഗ്യമായി ഉപയോഗിക്കാറുള്ളത്. നന്ദി വൃക്ഷ, ക്ഷീരി എന്നിവയാണ് ഇതിൻ്റെ സംസ്കൃതത്തിലുള്ള നാമങ്ങൾ. സാധാരണയായി ഇതിൻ്റെ വേര് ചവയ്ക്കുന്നത് പല്ലുവേദന ശമിപ്പിക്കാൻ സഹായിക്കുന്നു. ഇല പിഴിഞ്ഞ നീര് നേത്രരോഗങ്ങൾക്ക് ഉപയോഗപ്രദമായി കണ്ടുവരുന്നു. അതുപോലെ തന്നെ പൂവ് പിഴിഞ്ഞ നീര് സാധാരണയായി ഉണ്ടാകുന്ന നേത്രങ്ങൾക്കുണ്ടാകുന്ന ചൊറിച്ചിൽ, വേദന എന്നിവ ശമിപ്പിക്കാൻ സഹായിക്കുന്നു. ഇത്രയധികം ഔഷധ ഗുണങ്ങളുള്ള ഈ സസ്യത്തെ എല്ലാവരും ഉപയോഗപ്രദമാക്കട്ടെ എന്നും മെച്ചപ്പെട്ട ആരോഗ്യം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഹാപ്പി ഓണം. താങ്ക് യു. കൃഷ്ണകിരീടം ഏകദേശം 1.5 മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന ഈ ചെടിയിൽ ചുവപ്പ് കലർന്ന ഓറഞ്ച് നിറത്തിലുള്ള പൂക്കൾ ഉണ്ടാകുന്നു. വലിപ്പമുള്ള ഇലകൾ ഇതിൻ്റെ പ്രത്യേകതയാണ്. ഇതിൻ്റെ പൂക്കൾ തൃക്കാക്കരയപ്പനെ അലങ്കരിക്കുവാനും ഓണത്തിന് പൂക്കളമൊരുക്കുവാനുമാണ് പ്രധാനമായും ഉപയോഗിക്കാറുള്ളത്. മാത്രമല്ല, നിരവധി ശലഭങ്ങളെ ആകർഷിക്കുന്ന ഒന്നുകൂടിയാണിത്. കീടനാശിനിയായി ഉപയോഗിക്കാവുന്ന ഒന്നാണ് കൃഷ്ണകിരീടം പൂവിൻ്റെ ഇലകൾ. മാത്രമല്ല, ഈച്ചകൾ വരാതിരിക്കാൻ വേണ്ടിയും ഇത് ഉപകാരപ്പെടും. ഇതിൻ്റെ വേര് വേപ്പെണ്ണയിൽ കാച്ചിയെടുത്താൽ തീപ്പൊള്ളലേറ്റ പാടുകൾ മാറിക്കിട്ടുവാൻ ഉപകരിക്കുമെന്നാണ് പറയുന്നത്. വൈറസുകൾക്കെതിരെ പ്രവർത്തിക്കാൻ ഇതിലെ ഘടകങ്ങൾക്കാവുമെന്ന് പറയപ്പെടുന്നു. മാത്രമല്ല, പനി, നീര്, കിഡ്നി രോഗങ്ങൾ, മൂത്രാശയ രോഗങ്ങൾ എന്നിവയുടെ ചികിത്സയ്ക്കും ഇതിനെ പഴമക്കാർ ഉപയോഗിക്കാറുണ്ട്. മന്ദാരത്തെ മലയാളിക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. തൂവെള്ള നിറത്തിലുള്ള ലോലമായ ഇതളുകളോട് കൂടിയ മന്ദാരപ്പൂവ് സൗന്ദര്യത്തിൻ്റെയും നൈർമല്യത്തിൻ്റെയും മൂർത്ത രൂപമായി കണക്കാക്കപ്പെടുന്നു. ഈ വെള്ളപ്പൂക്കളുള്ള മന്ദാരത്തെയാവും നമുക്കേവർക്കും തൊടികളിലും മറ്റും കണ്ടുപരിചയം. എന്നാൽ വെള്ളമന്ദാരങ്ങൾ വേറെയുമുണ്ട്. പൂക്കളുടെ നിറത്തിനനുസരിച്ച് വെള്ള, മഞ്ഞ, ചുവപ്പ് എന്നീ മന്ദാരങ്ങളുണ്ട്. ഇവയിൽ ചുവന്ന മന്ദാരമാണ് ആയുർവേദ ഔഷധങ്ങളിൽ ഉപയോഗിക്കാറ്. കാഞ്ചനാല ഗുഗ്ഗുലു, ഉശീരാസവം മുതലായ മരുന്നുകളിൽ ചുവന്ന മന്ദാരത്തിൻ്റെ പട്ട ചേർക്കുന്നു. കാഞ്ചനാരം എന്നത് മന്ദാരത്തിൻ്റെ സംസ്കൃത നാമമാണ്. രോഗങ്ങളെ ചികിത്സിക്കുന്നതോടൊപ്പം ആകർഷകമായ നിറങ്ങൾ നമ്മുടെ പൂന്തോട്ടങ്ങൾക്കും അതിലുപരി മനസ്സിനും നവോന്മേഷം നൽകുന്നവയാണ് ഇത്തരത്തിലുള്ള ഔഷധ സസ്യങ്ങൾ. അതുകൊണ്ട് തന്നെ ഇവയുടെ പരിപാലനം പ്രത്യേക പ്രാധാന്യം അർഹിക്കുന്നു. നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ സൈന. ഞാൻ കൊടുങ്ങല്ലൂർ ഏരിയ അംഗമാണ്. നമ്മുടെ പൂക്കളത്തിൽ കാണാറുണ്ടായിരുന്നതും എന്നാൽ ഇപ്പോൾ അധികം കാണാത്തതുമായിട്ടുള്ള തെച്ചിയെയും അതിൻ്റെ ഔഷധ ഗുണങ്ങളെയും പറ്റി അറിഞ്ഞാലോ? ഇക്സോറ കൊക്കീനിയ എന്ന ശാസ്ത്രനാമമുള്ള ഇക്സോറ ജനസിലെ ഒരു വിഭാഗത്തിൽപ്പെട്ടതാണ് തെച്ചി. തെച്ചി, ചെത്തി, തെറ്റി എന്നീ പല പേരുകളിലും ഇത് അറിയപ്പെടുന്നുണ്ട്. സംസ്കൃതത്തിൽ ഇതിന് പാരന്തി, ബന്ധൂകം, ബന്ധുജീവകം എന്നാണ് പറയുന്നത്.
നമുക്കറിയാം തെച്ചിപ്പൂവ് മുഖക്കുരുവും അതുമൂലമുണ്ടാകുന്ന കറുത്ത പാടുകളും മാറ്റാൻ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ക്രോണിക് ആയിട്ടുള്ള അൾസേഴ്സിനെ ശമിപ്പിക്കാനും ഇത് ഉത്തമമാണ്. പക്ഷേ വെറും സ്കിൻ ഡിസീസസിൽ മാത്രം ഒതുക്കേണ്ട ഒരു ആളല്ല തെച്ചി. ഡയേറിയ, ലുക്കോറിയ, ഡിസ്മെനോറിയ എന്നിങ്ങനെ പല കണ്ടീഷനിലും ഉപയോഗിക്കാം. ആൻഡ് റീസെൻ്റ് ആയിട്ടുള്ള റിസർച്ചസ് തെളിയിച്ചിട്ടുണ്ട് തെച്ചിക്ക് ഭയങ്കരമായിട്ട് ആൻറ്റി ഫംഗൽ, ആൻറ്റി മൈക്രോബിയൽ, ആൻറ്റി ഡയേറിയൽ പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ട് എന്ന്. സോ തെച്ചി വെറും ഒരു പൂ മാത്രമല്ല. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. അപരാജിത എന്നറിയപ്പെടുന്ന ശംഖുപുഷ്പത്തിൻ്റെ ശാസ്ത്രീയ നാമം ലിറ്റോറിയ ടെർനേറ്റിയ. ഫെബേസി കുടുംബത്തിൽപ്പെടുന്ന ഒരു ഔഷധ സസ്യമാണിത്. സമൂലവും ഔഷധയോഗ്യമായിട്ടുള്ള ഈ ഔഷധച്ചെടി ദീർഘവൃത്താകൃതിയിലുള്ളതും മങ്ങിയതുമായ ഇലകളുള്ളതും വള്ളിച്ചെടിയായി വളരുന്നതുമാകുന്നു. നീല, വെള്ള എന്നിങ്ങനെ രണ്ടിനമുണ്ട്. 5-7 ചെറു ഇലകൾ ഒരു ഞെട്ടിൽ കാണപ്പെടുന്നു. മനോഹരമായ പൂവ് ഒറ്റയായി ഉണ്ടാകുന്നു. രസം കടുതിക്ത കഷായം. ഗുണം ലഘുരൂക്ഷം. വീര്യം ശീതം. വിപാകം കടു. കർമ്മം ത്രിദോഷഹരം. മേദ്യം വിഷഗ്നം ചക്ഷുഷ്യം. കുഷ്ഠം, ശോഥം, ഉന്മാദം, വ്രണം, ശൂലം എന്നിവയിൽ ഔഷധം പ്രയോഗിക്കുന്നു. വെള്ള ശംഖുപുഷ്പത്തിൻ്റെ വേര് അരച്ചു കുഴമ്പാക്കി പുരട്ടിയാൽ പാണ്ഡുരോഗം ശമിക്കും. നമസ്കാരം. ഔഷധപ്പൂക്കളത്തിൽ മുക്കുറ്റി. സമങ്ക എന്ന സംസ്കൃതത്തിൽ അറിയപ്പെടുന്ന മുക്കുറ്റിയുടെ ശാസ്ത്രീയ നാമം ബയോഫൈറ്റം സെൻസിറ്റീവ് എന്നാണ്. സമൂലം ഔഷധയോഗ്യമായ ഈ സസ്യം സർവ്വരോഗശാന്തിയാണ്. എങ്കിലും പ്രധാനമായി ഉപയോഗിക്കുന്നത് ചില വിഷദംശങ്ങൾ, സ്ത്രീരോഗങ്ങൾ, പ്രമേഹം തുടങ്ങിയവയിലാണ്. മുക്കുറ്റിയെ സമൂലമെടുത്ത വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് പ്രമേഹ രോഗത്തിന് പ്രതിരോധ മാർഗമാണ്. മുക്കുറ്റി ഇല ശർക്കര ചേർത്ത് കുറുക്കി കഴിക്കുന്നത് ഗർഭാശയ ശുദ്ധിക്ക് ഉത്തമമാണ്. മുക്കുറ്റി സമൂലമെടുത്ത് അരച്ച് വെണ്ണയോ മഞ്ഞളോ ചേർത്ത് പുരട്ടുന്നത് കടന്നൽ, പഴുതാര തുടങ്ങിയവയുടെ വിഷദംശത്തിൽ നിന്നും മോചനം നൽകുന്നതാണ്. കർക്കിടക മാസത്തിൽ ആദ്യ 7 ദിവസങ്ങളിൽ മുക്കുറ്റിക്കുറി തൊടുന്നത് പോലും ശിരസിലെ നാടുകളിലെ സംഗമസ്ഥാനത്തെ ഉത്തേജിപ്പിക്കാനെന്നാണ് ശാസ്ത്രീയ വിശദീകരണം. ഇത്തരത്തിൽ ഒരുപാട് ഔഷധ ഗുണങ്ങൾ നിറഞ്ഞതാണ് മുക്കുറ്റി. എല്ലാവർക്കും നാട്ടുനന്മകൾ നിറഞ്ഞ ആരോഗ്യപൂർണ്ണമായ ഓണാശംസകൾ.